വാർത്തകൾ വിശദമായി. എതിർപ്പുകളുടെ പേരിൽ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് പിന്മാറില്ലെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന പദ്ധതിയാണ് സിൽവർ ലൈൻ എന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. കേരളത്തെ ആകെ തകർക്കുന്ന പദ്ധതിയിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ വ്യക്തതയില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. സിൽവർ ലൈനെതിരെയുള്ള സമരങ്ങളെ സർക്കാർ അടിച്ചൊതുക്കുന്നു എന്നാരോപിച്ചായിരുന്നു PC വിഷ്ണുനാഥിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പ്രതിപക്ഷത്തെ ഞെട്ടിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. തുടർന്ന് 3 മണിക്കൂറിലേറെ നീണ്ട ചർച്ച. സിൽവർ ലൈനെതിരെയുള്ള സമരങ്ങളെ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തുകയാണെന്ന് പ്രതിപക്ഷം. നോട്ടീസ് പോലും കൊടുക്കാതെ മഞ്ഞക്കല്ലുകൾ കുഴിച്ചിടുന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാഷിസമാണ് ഈ കേരളയിൽ എന്ന് പറഞ്ഞ വിനാശകരമായ ഒരു പദ്ധതിക്ക് വേണ്ടി ലോക സമാധാനത്തിന് 2 കോടി, മലയാളിയുടെ മനസമാധാനം കളയാൻ 2000 കോടി. പരിസ്ഥിതി നാശം, സാമൂഹികാഘാതം, സാമ്പത്തിക തകർച്ച തുടങ്ങി പ്രതിപക്ഷമുയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. പദ്ധതി സംസ്ഥാനത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കില്ല, കേരളത്തെ 2ആയി വെട്ടിമുറിക്കില്ല, കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് മികച്ച നഷ്ടപരിഹാരം നൽകും, പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാകും പദ്ധതി, വളരെ വേഗം പദ്ധതി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി. ഇത് നമുക്കല്ലാലോ, നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയല്ല. നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണ്ടേ, ഭാവി തലമുറയെക്കുറിച്ച് ചിന്തിക്കണ്ടേ. ഇപ്പോൾ നമ്മുടെ നാടിന്റെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പാക്കിയേ തീരൂ. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ മാത്രമല്ല, കേരളം മുഴുവൻ സിൽവർ ലൈനിന്റെ ഇരകളാകുമെന്ന് പ്രതിപക്ഷം. ഈ കൊച്ചു സംസ്ഥാനത്തെ, ഈ കേരളത്തെ ഒരു ബനാന റിപ്പബ്ലിക്കാക്കി മാറ്റാൻ ഞങ്ങൾ പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞങ്ങൾ അനുവദിക്കില്ല. തെറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടുമ്പോൾ, വീട്ടിൽ നിന്നും കൃഷിയിടത്തിൽ നിന്നും ആട്ടിയിറക്കപ്പെടുമ്പോൾ, ചർച്ച ചെയ്യാതെ സഹസ്ര കോടികളുടെ പദ്ധതികൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ, മുൻഗണനകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ സർ മിണ്ടാതിരിക്കാനാവില്ല സർ. DPRലും മുഖ്യമന്ത്രി പറയുന്നതിലും വൈരുദ്ധ്യങ്ങളുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഇരുപക്ഷത്തു നിന്നുമായി 14 പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. സിൽവർ ലൈൻ പദ്ധതി റിപ്പോർട്ടുകളിൽ സർക്കാർ ഡേറ്റ കൃത്രിമം നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ മറുപടിയില്ലാതെ സർക്കാർ. പദ്ധതി ലാഭകരമാണെന്ന് വരുത്താൻ യാത്രക്കാരുടെ എണ്ണമടക്കം ഇരട്ടിയാക്കി കാണിച്ചെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കേരളത്തെ വിഭജിച്ച് മതിലുകൾ പണിയേണ്ടി വരുമെന്ന DPRലെ പരാമർശം ശരിയല്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദവും വിമർശനത്തിനിടയാക്കി. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച പ്രാഥമിക സാധ്യതാ പഠനം നടന്ന 2 മാസത്തിന് ശേഷം അന്തിമ സാധ്യതാ പഠന റിപ്പോർട്ട് വന്നു. ഒരു ദിവസം പ്രതീക്ഷിക്കുന്ന യാത്രക്കാരുടെ എണ്ണം ആദ്യ റിപ്പോർട്ടിൽ 40,000 ആയിരുന്നു. രണ്ടാമത്തെ റിപ്പോർട്ടിൽ അത് ഇരട്ടിയായി. കണക്ക് തെറ്റിച്ചെഴുതി സിൽവർ ലൈൻ പദ്ധതി ലാഭമാണെന്ന് വരുത്തുകയാണ് സർക്കാർ ലക്ഷ്യമിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രിമിനൽ കുറ്റമാണ് ഡാറ്റ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. ഈ സിൽവർ ലൈനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം കൃത്രിമമാക്കി, ഡാറ്റ കൃത്രിമമാക്കി മാറ്റി 2 മാസം കൊണ്ട് സർ മാറ്റിയിരിക്കുക. റൈഡർഷിപ്പിന്റെ കാര്യം സർ കണക്കിലാണെങ്കിൽ വ്യാപകമായി കണക്കിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷേ ദിവസം 80,000 പേർ സിൽവർ ലൈനിൽ യാത്ര ചെയ്യുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. 80,942 യാത്രക്കാരെയും 2028 1,21,462 യാത്രക്കാരെയും പ്രതീക്ഷിക്കുന്നതായാണ് അവരുടെ കണക്ക്. സിൽവർ ലൈൻ DPRൽ പറയുന്ന കണക്ക് ശരിയാണെന്നാണ് ഇത് തെളിയിക്കുന്നത്. കേരളത്തെ വിഭജിച്ചുകൊണ്ട് മതിൽ ഉയരുമെന്ന് DPR ഉദ്ധരിച്ച് പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ താൻ പറയുന്നതാണ് ശരിയെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ വസ്തുത. ഇത് സംസ്ഥാനത്തെ 2ആയി വിഭജിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്താകെ മതിലുകൾ ഉയരാനും പോകുന്നില്ല. അങ്ങനെ ഒരു ആശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. നിർമ്മാണ സാമഗ്രികൾ പരിസ്ഥിതി നിയമങ്ങൾ പാലിച്ച് കണ്ടെത്തുമെന്ന മുഖ്യമന്ത്രിയുടെ മറുപടിയും ദുർബലമായിരുന്നു. 64,000 കോടി രൂപ മാത്രമേ ചെലവാകൂ എന്ന സർക്കാർ വാദത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്തപ്പോൾ പദ്ധതി വൈകിയാൽ നിർമ്മാണ ചെലവും ഉയരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. SSLC+2 പരീക്ഷകൾക്ക് ഫോക്കസ് ഏരിയ 70% മാത്രമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എല്ലാ കുട്ടികൾക്കും അവരുടെ മികവിനനുസരിച്ച് സ്കോർ നേടാനാണിതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം ടൂറിസം വകുപ്പിലെ പദ്ധതികൾക്ക് വഴിമുടക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു.
കഴിഞ്ഞ തവണ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ ചോദിച്ചത് അസാധാരണ സാഹചര്യം പരിഗണിച്ചാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത്തവണത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫോക്കസ് ഏരിയ കുറഞ്ഞിട്ടില്ല. SSLC +2 പരീക്ഷകൾക്ക് ഫോക്കസ് ഏരിയ 70% മാത്രമാണ്. 30% നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നും ചോദ്യങ്ങളുണ്ടാകും. ഫോക്കസ്, നോൺ ഫോക്കസ് ഏരിയകളിൽ നിന്ന് 50% അധിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നും നിയമസഭയിൽ മന്ത്രി രേഖാമൂലം മറുപടി നൽകി. ടൂറിസം വകുപ്പിൽ ഉദ്യോഗസ്ഥരിൽ വഴിമുടക്കുന്നവരും വഴി തുറക്കുന്നവരുമുണ്ടെന്നും വഴിമുടക്കുന്നവരെ തിരുത്തി മുന്നോട്ടു പോകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസും ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥർ രണ്ട് രീതിയിലുള്ളവരുണ്ട്. ഒന്ന് വഴി മുടക്കുന്ന മനോഭാവമുള്ളവരുണ്ട്, ഒന്ന് വഴി നന്നായി തുറന്നു വിട്ട് വേഗത്തിലാക്കുന്ന മനോഭാവമുള്ളവരുണ്ട്. വഴി നന്നായി തുറന്നു വിട്ട് വേഗത്തിലാക്കുന്ന മനോഭാവമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വഴി മുടക്കുന്നവരെ തീർച്ചയായിട്ടും തിരുത്തി വഴി തുറന്ന് വേഗത്തിലാക്കുന്നവരുടെ ചേയിലാക്കാനുള്ള പരിപാടികൾ തന്നെയായിരിക്കും ടൂറിസം വകുപ്പും ആലോചിക്കുന്നത്. PWD നിർമ്മാണങ്ങൾക്ക് നിർമ്മാണ ഇലക്ട്രിക് ജോലികൾ സംയുക്ത ടെൻഡർ നൽകാൻ തീരുമാനിച്ചു. പല കെട്ടിടങ്ങളും നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം തുറന്നുകൊടുക്കാനാകാത്ത സ്ഥിതിയും കുത്തിപ്പൊളിച്ച ശേഷം ഇലക്ട്രിക് ജോലികൾ ചെയ്യുന്ന സാഹചര്യവും സംയുക്ത ടെൻഡർ നടപ്പാക്കുന്നതിലൂടെ മാറുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് സഭയിൽ പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് സുപ്രീം കോടതി. ഇത് രാജ്യത്തെങ്ങുമില്ലാത്ത ശീലമെന്ന് കോടതി പരാമർശിച്ചു. കോടതിയുടെ അതൃപ്തി സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയോട് ജസ്റ്റിസ് അബ്ദുൽ നസീർ നിർദ്ദേശിച്ചു. തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം ശുപാർശ ചെയ്ത് സംസ്ഥാന സർക്കാർ. മരിച്ച സുരേഷിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി. സുരേഷിന്റെ ശരീരത്തിൽ 12 ചതവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. സുരേഷിനൊപ്പം കസ്റ്റഡിയിലെടുത്ത കൂട്ടുപ്രതി വിനീതിന്റെ ഭാര്യ വിചിത്രയും പോലീസിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കെയാണ് CBI അന്വേഷണത്തിന് സർക്കാർ ശുപാർശ നൽകിയത്. മകൻ ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ കണ്ണൂരിൽ പൂരക്കളി കലാകാരനെ ക്ഷേത്ര കമ്മിറ്റി വിലക്കിയതായി പരാതി. കരിവെള്ളൂരിലെ വിനോദിനെയാണ് മാറ്റി നിർത്തിയത്. കരിവെള്ളൂർ കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരക്കളി പണിക്കാരനാണ് വിനോദ്. ഇതര മതത്തിൽപ്പെട്ട യുവതിയെ വീട്ടിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ പൂരക്കളിക്ക് അവസരം ഉണ്ടാകൂ എന്ന് കമ്മിറ്റി അറിയിച്ചതായാണ് പരാതി. കരിവെള്ളൂർ കഴിഞ്ഞ വർഷം അങ്ങനെ കളിയിൽ നിന്ന് ഒഴിവായി. അപ്പോൾ അതിനുശേഷം ഈ വർഷം കളിക്കേണ്ടത് കുണിയൻ പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ കരിവെള്ളൂർ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് തന്നെ കുണിയനിലുള്ളതായ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് വിളിച്ചിട്ട് സംഭവം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന പോലെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്നെ കളിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അങ്ങനെ കളിപ്പിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ തന്നെ പറയാം. അപ്പോൾ എന്നെ ഒഴിവാക്കാന്നുള്ളത് ഈ ഒരു വർഷം മുന്നേ തന്നെ എന്നെ ഏൽപ്പിച്ച സമുദായക്കാരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾക്ക് അങ്ങനെ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു വിഷയമില്ലെങ്കിൽ കളിക്കുന്നതിന് തെറ്റില്ലല്ലോ, കളിക്കുന്നതിന് പ്രശ്നമില്ലല്ലോ ചോദിച്ചു. അവരില്ല, അത് പ്രശ്നമില്ല, എന്തായാലും നിങ്ങൾ ഇതിനൊരു മറുപടി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു മറുപടിയൊന്നും തന്നില്ല. പോക്സോ കേസിൽ കൊച്ചി നമ്പർ 18 ഹോട്ടലുടമ റോയ് വയലാട്ടിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പ്രതിയെ കാക്കനാട് ജയിലിലേക്ക് മാറ്റി. കോടതിയിൽ ഹാജരാക്കാനിരിക്കെ ദേഹാസ്വാസ്ഥ്യമുണ്ടായ റോയിയെ ജഡ്ജി ആശുപത്രിയിലെത്തിയായിരുന്നു റിമാൻഡ് ചെയ്തത്. ഇന്ന് കീഴടങ്ങിയ സൈജു തങ്കച്ചനെ ബുധനാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ലൈംഗിക അതിക്രമ പരാതി നൽകിയ പെൺകുട്ടിയെയും അമ്മയെയും കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തിച്ച വാഹനം കണ്ടെത്തേണ്ടതുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റോയിയും സൈജുവും ലൈംഗിക താൽപര്യത്തോടെയാണ് പെൺകുട്ടിയോടും അമ്മയോടും പെരുമാറിയതെന്നും മൂന്നാം പ്രതി അഞ്ജലി റീമാദേവ് ഇതിനെല്ലാം കൂട്ടുനിന്നെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. വേനലിൽ വെന്തുരുകുന്നു കേരളം. കനത്ത ചൂടിൽ കത്തിജ്വലിച്ച് കേരളം. സംസ്ഥാനത്ത് പലയിടത്തും താപനില 40 ഡിഗ്രി കടന്നു. ഇതോടെ തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള ഉച്ചവിശ്രമം കൂടുതൽ കർശനമായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പാലക്കാട് വാളയാറിലുണ്ടായ കാട്ടുതീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പാലക്കാട് താപനില 40 ഡിഗ്രിക്ക് മുകളിലാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും ചൂട് 40 ഡിഗ്രിയുടെ അടുത്തെത്തി. ഇതോടെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ കൊടും ദുരിതത്തിലായി. വെള്ളം ബക്കറ്റിൽ എപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും. രാവിലെ വന്നാൽ തന്നെ ചേച്ചി വെള്ളം രാവിലെ തന്നെ കൊടുന്നു വെക്കും അവിടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കും. വെള്ളം കുടിക്കാൻ നിൽക്കാൻ കഴിയില്ലേ, വിചാരിച്ച് ചൂടല്ലേ. ഈ വെയിൽ ഇപ്പോൾ കുറേ നേരം ഉണ്ടാവുകയും കാരണം എപ്പോഴും കഴിയില്ല. ഇനി വെയിൽ പഴയമാതിരി നമ്മൾ വിശ്വസിച്ചൊരു
10 ടിക്കറ്റ് 100 ടിക്കറ്റ് എടുക്കുന്ന അവിടെ ഇപ്പോൾ 75 ടിക്കറ്റും കൊണ്ട് നടക്കേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അത്രയും ചൂടാണ്, പുറത്ത് നടക്കാനേ പറ്റാത്ത രീതിയിൽ. കനത്ത ചൂടിൽ സൂര്യാഘാതം ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ ഉച്ചയ്ക്ക് 12 മുതൽ 3 മണി വരെ സർക്കാർ ഉച്ചവിശ്രമം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് തൊഴിലാളികൾക്ക് ആശ്വാസം. ഭയങ്കര ചൂട് തന്നെ. ഞങ്ങൾ 8 മണിക്ക്, അത് കാരണം കാലത്ത് നേരത്തെ 8 മണിക്ക് വരും, വൈകിട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് പോകും, പിന്നെ വൈകിട്ട് 3 മണിക്ക് വരും, വൈകിട്ട് 6 മണിക്ക്. നിർമ്മാണ മേഖലയിലടക്കം ഉച്ചവിശ്രമം അനുവദിക്കാൻ ചിലർ തയ്യാറാകുന്നില്ലെന്ന് പരാതിയുണ്ട്. ശക്തമായ പരിശോധന നടത്തുമെന്ന് തൊഴിൽ വകുപ്പ് അറിയിച്ചു. ചൂട് കൂടുന്നതിനിടെ മലയോര മേഖലയിൽ പടരുന്ന കാട്ടുതീ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നു. പാലക്കാട് വാളയാർ വടശ്ശേരി മലയിൽ പടർന്ന കാട്ടുതീ ഇനിയും പൂർണ്ണമായി അണയ്ക്കാനായിട്ടില്ല. ഉഷ്ണക്കാറ്റാണ് ഇപ്പോഴത്തെ ഉയർന്ന താപനിലയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. മാർച്ച് അവസാനത്തോടെ സൂര്യൻ ഉത്തരാർദ്ധഗോളത്തിലേക്ക് പ്രവേശിക്കും. ഉത്തരായന സമയത്ത് ചൂട് വീണ്ടും വർദ്ധിച്ചേക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. അടുത്ത ആഴ്ചയോടെ വേനൽ മഴ ലഭിക്കുമെന്നും പ്രവചനമുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. വയനാട് മുട്ടിൽ മലയിലും കാട്ടുതീ. മണിക്കുന്ന് മലയുടെ മുകളിൽ വനഭാഗത്താണ് തീ പടരുന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇനി ഒരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. മറ്റു വാർത്തകളിലേക്ക്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകി. പെൺകുട്ടിക്ക് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വ്യക്തിപരമായ കുറ്റത്തിന് സർക്കാരിന് ബാധ്യതയേൽക്കാനാവില്ലെന്ന് അപ്പീലിൽ പറയുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമല്ലെന്നും അപ്പീലിൽ പറയുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള സർക്കാർ നീക്കം 8 വയസ്സുകാരിയായ തന്റെ മകളോട് കാണിക്കുന്ന അനീതിയാണെന്ന് പരാതിക്കാരനായ ജയചന്ദ്രൻ. 1.5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. കേസുമായി മുന്നോട്ട് തന്നെ പോകുമെന്നും ജയചന്ദ്രൻ പ്രതികരിച്ചു. എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നില്ല. കാര്യം ഈ 8 വയസ്സുള്ള കുട്ടിയോട് ഇത്രയും ക്രൂരമായ ഒരു നീതി പീഠം കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴും മുന്നോട്ട് പോകുകയല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ എന്നെ ചേർത്ത് നിർത്തി ജനങ്ങളെല്ലാവരും എന്നെ തള്ളി പറയുകയെല്ലാം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ഒരിതോടെ പറഞ്ഞായിരുന്നു, എൻ്റെ കുട്ടിക്ക് കിട്ടുന്ന ഈ പൈസയിൽ ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും ഒരു ഭാഗം ആദിവാസി കുട്ടികളുടെ പഠനത്തിനും പിന്നെ ഒരു ഭാഗമാണ് എൻ്റെ കുട്ടിക്ക് എടുക്കുന്നതല്ല. അപ്പോൾ ആ ഒരു നിലപാട് വരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ ഒരു അപ്പീലിന് പോയിരിക്കുന്നത്. അത് ശരിക്കും ദുഃഖമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും. 4 സംസ്ഥാനങ്ങളിലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് BJP പാർലമെന്ററി ബോർഡ് കേന്ദ്ര നിരീക്ഷകരെയും സഹനിരീക്ഷകരെയും നിയമിച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിൽ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായാണ് നിരീക്ഷകരെ ചുമതലപ്പെടുത്തിയത്. അമിത്ഷാ, രഘുവർ ദാസ് എന്നിവർക്കാണ് ഉത്തർപ്രദേശിന്റെ ചുമതല. ഉത്തരാഖണ്ഡിൽ രാജ്നാഥ് സിംഗ്, മീനാക്ഷി ലേഖി, മണിപ്പൂരിൽ നിർമ്മല സീതാരാമൻ, കിരൺ റിജിജു എന്നിവർക്കാണ് ചുമതല. നരേന്ദ്രസിംഗ് തോമർ, എൽ മുരുകൻ എന്നിവർക്കാണ് ഗോവയുടെ ചുമതല. മണിപ്പൂരിൽ 59 MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗോവയിലെ നിയുക്ത MLA മാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബുധനാഴ്ചയാണ് AAP സർക്കാർ പഞ്ചാബിൽ അധികാരത്തിൽ വരിക. സംസ്ഥാനത്ത് ഇന്ന് 809 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം രേഖകൾ വൈകിയ 7 മരണങ്ങളും അപ്പീൽ നൽകിയ 71 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരണസംഖ്യ 66,886 ആയി. 1597 പേർക്കാണ് രോഗം ഭേദമായത്. രാജ്യത്ത് 12 വയസ്സിനും 16 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കും കോവിഡ് വാക്സിനേഷൻ വരുന്നു. ബുധനാഴ്ച മുതൽ കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകി തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ബൂസ്റ്റർ ഡോസ് നൽകുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ മാണ്ഡവ്യ പറഞ്ഞു. ഹൈദരാബാദിലെ ബയോളജിക്കൽ ഇവാൻസ് കമ്പനി നിർമ്മിച്ച കോർബെവാക്സ് വാക്സിനാണ് കുട്ടികൾക്ക് നൽകുക. കുട്ടികൾ സുരക്ഷിതരാണെങ്കിൽ രാജ്യവും സുരക്ഷിതമാകുമെന്ന് ആരോഗ്യമന്ത്രി ട്വീറ്റ് ചെയ്തു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാക്സിൻ വിതരണം നേരത്തെ തുടങ്ങിയിരുന്നുവെങ്കിലും ബൂസ്റ്റർ ഡോസ് നൽകുന്നത് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കലാഭവൻ മണി
മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ മൂന്നാമത് ഗ്ലോബൽ എക്സലൻസി അവാർഡുകൾ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മികച്ച വാർത്താവതാരകയ്ക്കുള്ള പുരസ്കാരം മന്ത്രി അഹമ്മദ് ദേവർകോവിലിൽ നിന്ന് ന്യൂസ് 18 കേരളയിലെ അശ്വതി KS ഏറ്റുവാങ്ങി. ന്യൂസ് 18 കേരള ഡെപ്യൂട്ടി ബുള്ളറ്റിൻ പ്രൊഡ്യൂസറാണ് അശ്വതി KS. മികച്ച അവതരണ ശൈലിയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ചാണ് സമാധാനം അകലെ. യുക്രൈൻ യുദ്ധത്തിൽ ചൈനയെയും പങ്കാളിയാക്കാൻ റഷ്യ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി അമേരിക്ക. ചൈനയോട് ആയുധ സഹായം റഷ്യ തേടിയെന്നാണ് അമേരിക്കൻ ആരോപണം. എന്നാൽ അമേരിക്ക തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണെന്നാണ് ചൈനയുടെ പ്രതികരണം. അതേസമയം യുക്രൈന് മുകളിൽ വ്യോമ നിരോധനം ഏർപ്പെടുത്തണമെന്ന് വീണ്ടും നാറ്റോയോട് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആവശ്യപ്പെട്ടു. നാറ്റോ അംഗരാജ്യങ്ങൾക്കു നേരെയും റഷ്യൻ ആക്രമണം ഉണ്ടായേക്കാമെന്നാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം പോളണ്ടിന് 25 കിലോമീറ്റർ അകലെ യുക്രൈന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ മുന്നറിയിപ്പ്. പടിഞ്ഞാറൻ യുക്രൈനിൽ റഷ്യ ആക്രമണം കടുപ്പിക്കുകയാണ്.